നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങൾക്ക് ഡിവൈൻ ഇന്നത്തെ ദിവസം തരുന്ന കറൻറ്റ് സിറ്റുവേഷൻസും അതുപോലെ തന്നെ കറൻറ്റ് ടൈമിങ്ങും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ലൈഫിലേക്ക് കണക്റ്റഡ് ആകാൻ സാധ്യതയുള്ളത്, ഇതൊക്കെയാണ് കേട്ടോ നമുക്കിവിടെ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഇത് ജനറൽ റീഡിങ്സ് ആണ്. നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് വളരെ നല്ല റെസണേറ്റ് ആകുന്ന ഒരു റീഡിങ്സ് ലഭിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്ന് ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കണം, നിങ്ങൾക്കൊരു ഗൈഡൻസിന് വേണ്ടിയിട്ട് കേട്ടോ. അത് കരിയറിനെ ആണെങ്കിലും ഫിനാൻസിനെ ആണെങ്കിലും ഹെൽത്ത് പരമായിട്ടാണെങ്കിലും ഒക്കെ ആരോഗ്യപരമായിട്ടൊക്കെ ആണെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ സാമ്പത്തികപരമായ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന മുമ്പ് ഒരു ഗൈഡൻസ് തേടുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 7 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം കേട്ടോ. ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിൽ ഇടപെടരുത്. നിങ്ങളുടെ പ്രസൻസ് മറ്റുള്ളവർക്കൊരു പോസിറ്റീവ് എനർജി നൽകുന്നതായിരിക്കണം, മറ്റുള്ളവർക്കൊരു സപ്പോർട്ടിങ് കൊടുക്കുന്ന ഒരു എനർജി വൈബിലൂടെ. അതായത് നമ്മുടെ മനസ്സിനകത്തുള്ള പല നെഗറ്റീവ് ആകുന്ന കാര്യങ്ങളെയും ഹീലാക്കി നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനാണ് നോക്കേണ്ടത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. ചീറ്റിംഗ് പ്രസൻസ് കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ചീറ്റിങ്ങിൻ്റെ പ്രസൻസ് വരുന്നത് കമ്മ്യൂണിക്കേഷനിടയിലാണ് കേട്ടോ. ഒരു തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അപ്പം ആരെങ്കിലുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു സംയമനം പാലിക്കുന്നത് ഇന്നത്തെ ദിവസം വളരെ നല്ലതായിരിക്കണം. കാരണം ഒരു കർമ്മ സമയമാണ് കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു മോശം സമയത്തിൻ്റെ പ്രസൻസ് സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. ഒരു കർമ്മ ടൈമിങ്ങിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു പക്ഷേ ഒരു കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു പെയിൻ നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് മനസ്സിൽ ഇങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആകുന്ന ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായെങ്കിൽ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ചില ഇടങ്ങളിൽ നിങ്ങൾക്ക് ശക്തമാകുന്നൊരു വീഴ്ചയ്ക്ക് പ്രിയപ്പെട്ട ആരുടെയെങ്കിലും പ്രസൻസ് കാരണമായിട്ടുണ്ടെങ്കിൽ ആ ഒരു പെയിൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ഭാരം പോലെ ചുമന്നുകൊണ്ട് നടക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഇന്ന് ഒരു പക്ഷേ ഒരു ശ്രദ്ധ, ഒരു സംയമനം നിങ്ങളുടെ ലൈഫിൽ വേണം. അത് കമ്മ്യൂണിക്കേഷൻ പരമായിട്ട് തന്നെയാണ് വേണ്ടത്. ശ്രദ്ധയോടുകൂടി സമാധാനത്തോടുകൂടി സമചിത്തതയോടുകൂടി തന്നെ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പം അത് ശ്രദ്ധിക്കുക. കാരണം അതല്ലാത്ത പക്ഷം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ചില വേദനകൾ നിങ്ങൾക്ക് തന്നെ ചീറ്റിംഗ് ആയിട്ട്, നിങ്ങളുടെ ലൈഫിൽ തന്നെ ചില നഷ്ടങ്ങളായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇന്ന് ആരുടെയെങ്കിലും നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത് കടന്നുപോയ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളിലേക്ക് ഒരു പക്ഷേ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതായത് വളരെയധികം നിങ്ങളെ തെറ്റിദ്ധരിച്ച് നിങ്ങളിൽ നിന്നും പോയ ഒരു പേഴ്സൺ അത് മനസ്സിലാക്കി, നിങ്ങളെ പൂർവാധികം മനസ്സിലാക്കി പൂർണ്ണതയോടുകൂടി നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നിങ്ങളോട് സ്നേഹത്തോടു കൂടി ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അവിടെയാണ് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റി വരുത്തേണ്ടത്. അതായത് വേണ്ടാത്ത ഒരു കാര്യങ്ങളും, കഴിഞ്ഞുപോയ ഒരു കാര്യങ്ങളും വലിച്ചിഴക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അത് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും കറക്റ്റായിട്ട് കാര്യങ്ങളെ കണ്ടു പോകാൻ ശ്രമിക്കുക. ഇപ്പോഴത്തെ സാഹചര്യത്തിനൊത്ത് കമ്മ്യൂണിക്കേഷൻസ് നടത്തുക. ആവശ്യമില്ല എന്ന് തോന്നുന്ന സമയത്ത്, ഇനി മുന്നോട്ടേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുമ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും പുറത്തു പോവുക എന്നാണ് കാണുന്നത്. ടവർ എനർജിയും വന്നിട്ടുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇന്നൊരു വീഴ്ച സംഭവിക്കാൻ കുറച്ച് ആളുകളുടെ എനർജിയിൽ സാധ്യതയുണ്ട് കേട്ടോ. അതും ഒരു ബർഡനാണ്, ഒരു പൊട്ടിത്തെറിയുടെ പ്രസൻസ് ആണ് കേട്ടോ കാണുന്നത്. കുറേ കാലങ്ങളായിട്ട് ചുമന്നുകൊണ്ടിരുന്ന ഒരു ബർഡനെ നിങ്ങൾ ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കുന്നു. ഒരു പക്ഷേ ഇന്നത്തെ ദിവസം ഒരു ഭാരം ഇറക്കി വയ്ക്കാൻ പറ്റുന്നു. നിങ്ങൾ എവിടെയെങ്കിലും ഒരു ചീറ്റിംഗ് പ്രസൻസിൽ വീർപ്പ് മുട്ടി, അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ വീർപ്പ് മുട്ടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിനകത്ത് എന്ത് ചെയ്യണം എന്നുള്ളൊരു നിസ്സഹായത നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ പറ്റുന്നതും നിങ്ങളുടെ ലൈഫിലൊരു ഫ്രഷായ ഒരു സമാധാനമായിട്ട് നിങ്ങൾക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് മാറാനും സാധിക്കും. ഇന്നൊരു പുതിയൊരു വിജയം നിങ്ങൾക്ക് സെക്കൻഡ് ചാൻസ് ലഭിക്കുന്നതായിട്ടാണ്
വരുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ആവശ്യമില്ലാത്തതിനെ എടുത്ത് പുറത്ത് കളഞ്ഞ് നിങ്ങളുടെ ലൈഫിൽ പുതിയ ഒരു സാഹചര്യം, പുതിയൊരു സിറ്റുവേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഒരു പുതിയ വിജയത്തിൻ്റെ പ്രസൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു. വീണ്ടും നമുക്കിവിടെ കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു ടോക്സിക് സിറ്റുവേഷൻസ് ആണ് കേട്ടോ. വളരെ ശ്രദ്ധിക്കണം. ഇന്നത്തെ ദിവസം ഓരോ നിമിഷങ്ങളും വളരെയധികം സംയമനം പാലിക്കണം, സമചിത്തതയോടുകൂടി നിൽക്കണം, ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിൽ ഇടപെടാതിരിക്കണം, വേണ്ടാത്ത എല്ലാത്തിനെയും ഭാരമായി തോന്നുന്ന എല്ലാം ഒന്ന് ഇറക്കി വെക്കണം, ഒന്ന് ഹീലാവേണ്ട ദിവസമാണ്. 4 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം. ഒരു പക്ഷേ ഒന്നിലധികം വ്യക്തികളും വേണ്ടപ്പെട്ടവരായിട്ടാവാം, നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികളുമായിട്ടാവാം ഒരു വാക്ക് തർക്കത്തിൻ്റെ ഒരു സ്ട്രോങ് എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഒരു ട്രാവലിങ്ങിനെ ബേസ് ചെയ്താവാം, മുന്നോട്ടേക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കുന്നതിനെ കണക്റ്റ് ചെയ്തുമാവാം, ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ കണക്റ്റ് ചെയ്തുമാവാം. ഒരു കോൺഫ്ലിക്റ്റ് എനർജി, ശക്തമാകുന്ന ഒരു തടസ്സം, അല്ലെങ്കിൽ നിങ്ങളോട് മത്സരിക്കാനായിട്ട്, നിങ്ങളുടെ വഴി മുടക്കാനായിട്ട് ചില വ്യക്തികളുടെ പ്രസൻസ് കടന്നു വരാൻ സാധ്യതയുണ്ട്. അത് ടോക്സിക്കായ ചില വ്യക്തികളാണ് കേട്ടോ. നിങ്ങളുടെ ഒരു ട്രാവലിങ്ങിനെ തന്നെ ബ്ലോക്ക് ആക്കാനായിട്ടാണ്, നിങ്ങളുടെ സ്വപ്നത്തെ എന്താ പറയുക ഇല്ലാതാക്കി തീർക്കാനായിട്ടുള്ള ചില പ്രസൻസ് കാണുന്നുണ്ട്. അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, നിങ്ങളുടേതാകുന്ന ഉറച്ച തീരുമാനം എടുക്കുക. നിങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. നൈറ്റ് ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം കണ്ട എനർജി പോലെ ഒരിക്കൽ നിങ്ങളെ റിജക്റ്റ് ചെയ്ത ചില വ്യക്തികളുടെ പ്രസൻസ്, അത് ഏത് ബന്ധവുമാവാം, സൗഹൃദമാവാം, റിലേഷൻഷിപ്പിൽ പെട്ടതാവാം, ബ്ലഡ് റിലേഷനിൽ പെട്ടവരാവാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ച് കരിയർ മേഖലയിൽ കടന്നുപോയ വ്യക്തികളാവാം. നിങ്ങളെ ഒരിക്കൽ റിജക്റ്റ് ചെയ്ത, നിങ്ങളെ അപമാനിച്ച ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് അതൊരു ഫ്യൂച്ചർ പ്ലാനോട് കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ വാല്യൂ ചിലർ ഇന്നത്തെ ദിവസം മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ വാല്യൂ, നിങ്ങൾ എന്തായിരുന്നു, നിങ്ങളിലുണ്ടായിരുന്ന നന്മ എന്തായിരുന്നു, നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ട് പോകേണ്ട ഒരു എനർജിയാണ് എന്നുള്ളതെല്ലാം നമുക്കിവിടെ വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കി ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഒരു എനർജറ്റിക്, ഒരു പാഷൻ എനർജിയോട് കൂടിയാണ് വരുന്നതായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യവും ശ്രദ്ധിക്കണം, ദ ഡബിൾ എനർജിയുടെ പ്രസൻസ് കാണുന്നുണ്ട്. നിങ്ങളുമായിട്ട് ആരെങ്കിലും ഒരു സ്നേഹബന്ധം, പുതിയൊരു റിലേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ പ്രണയം, സ്നേഹബന്ധത്തിലൂടെ വിശ്വാസത്തോടു കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളായിക്കോട്ടെ, നിങ്ങളെ മിസ്യൂസിങ് ചെയ്യാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. ഒരു ഫിസിക്കൽ അഡിക്ഷൻ്റെ പുറത്ത് നിങ്ങളുടെ സ്നേഹത്തെ മറ്റു പല കാര്യങ്ങളായിട്ട് കണക്റ്റ് ചെയ്ത് കാണുന്ന ചില എനർജികളാണ് കാണുന്നത്. അതായത് ഇതൊരു ഫ്യൂച്ചറിലേക്ക് പോകാനോ, ഒരു മാര്യേജ് എനർജിയിലേക്ക് പോകാനോ, അതല്ലെങ്കിൽ പോസിറ്റീവ് ആകുന്ന ഒരു ലക്ഷ്യം വെച്ചുള്ളൊരു ബന്ധമല്ല എന്നുള്ളത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹവുമായിട്ട് നിങ്ങളിലേക്ക് വരുന്ന ചില വ്യക്തികളുടെ എനർജിയിൽ അതൊരു ബന്ധനം പോലെ, ഒരു ട്രാപ്പ്ഡ് എനർജി പോലെ, ഒരു അഡിക്ഷൻ, അത് മറ്റൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നിങ്ങളെ സമീപിക്കുന്നതായിട്ടാണ് കാണുന്നത്. വിവാഹ വാഗ്ദാനം പറയുന്നുണ്ടെങ്കിലും, അതല്ല എങ്കിൽ ഫ്യൂച്ചറിലേക്ക് ലൈഫ് ലോങ് കമ്മിറ്റഡ് ആയിട്ട് വേണമെന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും കറക്റ്റായ ഒരു വാക്കല്ല. അവിടെ ഒന്നും ഇന്നത്തെ ദിവസമാണെങ്കിലും ഇനി മുന്നോട്ടാണെങ്കിലും വീഴാതിരിക്കുക, ആ വ്യക്തിയെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ഒരു പുനർവിചിന്തനം തന്നെ അവിടെ നടത്താൻ ശ്രമിക്കുക കേട്ടോ. അല്ലാതെ ഒരു എന്താ പറയുക, പഞ്ചാര വാക്കുകളിൽ നമ്മളെ പ്രലോഭിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങളിലും വാക്കുകളിലും ഒന്നും ചെന്ന് ചാടാതെ ആഴത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കി മാത്രം കണക്റ്റ് ചെയ്യുക. കാരണം ഇതിൻ്റെ പിന്നിൽ ആ വ്യക്തിയുടെ മനസ്സിൽ മറ്റ് ചില നിഗൂഢമാകുന്ന ലക്ഷ്യങ്ങളുണ്ട്. ആവശ്യമില്ലാത്ത ചില ലക്ഷ്യങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് പുറമെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. കറൻറ്റ്ലി ബന്ധത്തിൽ പോകുന്നവരും നിങ്ങളുടെ റിലേഷൻ ഏത് തരത്തിലാണെന്നുള്ളത് വളരെ വ്യക്തമാക്കുക. പുതിയ ബന്ധങ്ങൾ ഇന്നത്തെ ദിവസം കണക്റ്റഡ് ആയാലും അതിൻ്റെ ആ ഒരു പൊരുളും മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ചിലരുടെയൊക്കെ സ്വപ്നങ്ങൾ റിയാലിറ്റി ആകുന്നു. നിങ്ങൾ ആരുമായിട്ട് ഷെയർ ചെയ്യാതെ വളരെയധികം ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന എന്തെങ്കിലും ആഗ്രഹമാവാം, നിങ്ങൾക്കത് കാലം അനുകൂലമാകുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഒരു സ്വപ്നം, ഒരു എന്താ പറയുക, ജീവിതത്തിൽ മുന്നോട്ടേക്കുള്ളൊരു ഫ്യൂച്ചർ പ്ലാനിങ് ആവാം, എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യാനോ ഒക്കെ ആഗ്രഹിച്ച് മനസ്സിലൊരു പാഷൻ എനർജി, ഒരു സ്വപ്നം സൂക്ഷിച്ച് വെച്ചിരുന്നതും അത് ഹൈഡ് ചെയ്ത് വെച്ചിരുന്നതുമായ വ്യക്തികളുടെ എനർജിയിലാണ് കാണുന്നത്. നിങ്ങൾക്ക് കാലം അനുകൂലമാകുന്നു. നിങ്ങളുടെ
സമയം കറക്റ്റായിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ സ്വപ്നം റിയാലിറ്റി ആകുന്നു. ചിലരെ സംബന്ധിച്ച് വിവാഹം പോലുള്ള കാര്യങ്ങളാണ് അതിനകത്തേക്ക് കണക്റ്റഡായി വരുന്നത് കേട്ടോ. വിവാഹ യോഗം വരുന്നു. ഇന്നത്തെ ദിവസം ഒരു പക്ഷേ നിങ്ങളുടെ മാര്യേജിനെ സംബന്ധിച്ചോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരുടെയെങ്കിലും മാര്യേജിനെ സംബന്ധിച്ചോ ഒക്കെ ഒരു ഉടമ്പടിയൊക്കെ വെക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ചർച്ച, സക്സസ്ഫുൾ ആകുന്നൊരു ചർച്ച നടത്തുന്നതായിട്ടുള്ളൊരു എനർജി കാണുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് നമുക്കിന്നൊരു വിവാഹം, ഒരു സെലിബ്രേഷൻ, ഒരു ആഘോഷത്തിലൊക്കെ പങ്കെടുക്കാൻ, അത് ഏത് തരത്തിലുള്ളതുമാവാം, ഒരുപാട് ആളുകൾ ചേരുന്ന ചില ആഘോഷങ്ങളിൽ ഇന്നത്തെ ദിവസം പങ്കെടുക്കാൻ സാധിക്കുന്നു. പാർട്ട്ണറുമായിട്ട് വളരെ ഹാപ്പിനെസ്സോടുകൂടി ഒരു ഹാപ്പി മൊമെൻറ്റ്സ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമാകുന്ന വ്യക്തികളോട് ഒരുമിച്ചുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻസ് ആണ് നമുക്ക് കാണുന്നത്. ഇന്നത്തെ ദിവസം ഒരുമിച്ച് കൂടിച്ചേരാനും സന്തോഷങ്ങൾ പങ്കിടാനും ഒക്കെ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ്. ടെമ്പറൻസ് എനർജി വന്നിട്ടുണ്ട് കേട്ടോ. ഇംബാലൻസിങ് എനർജിയിൽ നിന്നും ബാലൻസ് എനർജിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നു. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു ഇംബാലൻസിങ് എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ഒരു എനർജിയിൽ നിന്ന്, അതായത് നിങ്ങൾ ഏതെങ്കിലും സിറ്റുവേഷൻസിൽ നിന്നും പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു മാനസിക ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും നിങ്ങളോട് പുറത്തു പോകണമെന്ന് ഇങ്ങനെ ഗൈഡൻസ് നൽകിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ളൊരു ടൈം ആയിരിക്കുന്നു. നിങ്ങൾക്ക് ആ ഒരു ബന്ധത്തിൽ നിന്നാണെങ്കിലും നിങ്ങളുടെ സാഹചര്യങ്ങളിൽ നിന്നാണെങ്കിലും മറ്റു പലയിടത്തും നിങ്ങൾ അപമാനിക്കപ്പെടുകയും ഒറ്റപ്പെടുകയൊക്കെ ചെയ്യുന്ന ചില ഇടങ്ങളിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് പുറത്ത് കടക്കാനുള്ള ഒരു ടൈം ആയിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്കത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ വീർപ്പുമുട്ട് ഉണ്ടായിരുന്നു കാണും, എങ്ങനെ ഇതിൽ നിന്ന് പുറത്ത് കടക്കും, ഇതെങ്ങനെ ഒന്ന് അവസാനിപ്പിക്കും. ചിലരെ സംബന്ധിച്ച് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ ഒരു ഓവർ തിങ്കിങ്ങിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും അതിനുള്ള ഒരു വിൽ പവർ എനർജി നിങ്ങളിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്ക് അതിനുള്ള ഗൈഡൻസ് തരുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു ഓവർ തിങ്കിങ്ങിലും അല്ലെങ്കിൽ ഈ ഒരു സ്ട്രഗിൾ എനർജിയിൽ നിൽക്കുന്നത് നിങ്ങളുടെ വൈകാരികമാകുന്ന കൺട്രോൾ ഇല്ലായ്മയാണ് കേട്ടോ. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളിൽ നിന്നുള്ളൊരു സാന്നിധ്യം നമുക്ക് ലഭിക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വീർപ്പുമുട്ടും ഒരു ഭ്രാന്തും ദേഷ്യവും ഒക്കെയാണ് ഈ ഒരു ഇംബാലൻസിങ് എനർജി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അതല്ല എങ്കിൽ നമ്മൾ ചിന്തിച്ച ഒരു സിറ്റുവേഷൻ നമുക്ക് അനുകൂലമായിട്ട് വരാതെ പോകുമ്പോൾ അത് സാമ്പത്തികമാവാം, കരിയർ മേഖലയാവാം, ചിലരെ സംബന്ധിച്ച് ഹെൽത്ത് പ്രോബ്ലം വരുമ്പോൾ നല്ല ഉത്സാഹത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോഴും നമുക്ക് ആ ഒരു ഹെൽത്ത് പ്രോബ്ലം, ശരീരത്തിന് തളർച്ചയും മടുപ്പും ഒരു സ്ലീപ്പിങ് ഡിഫിക്കൽറ്റി പോലത്തെ ആ ഒരു ഉറങ്ങാനുള്ള ആ ഒരു ടെൻഡൻസിയൊക്കെ നമുക്ക് ഇങ്ങനെ വരുമ്പം തീർച്ചയായിട്ടും നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ വരുന്നുണ്ട്. കാര്യങ്ങളെ ഒന്നും ബാലൻസ് ചെയ്യാൻ പറ്റാതെ നമ്മളോട് തന്നെ നമുക്ക് തോന്നുന്ന ആ ഒരു ദേഷ്യം, അങ്ങനെയുള്ള വൈകാരികമാകുന്ന ഇമോഷൻസിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ഈ ഒരു ഇംബാലൻസിങ് എനർജി നിങ്ങളുടെ ലൈഫിനെ ബാധിക്കുന്നത്. അതിനകത്ത് ബാധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളിൽ ബാധിക്കുന്നത് നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന അബണ്ടൻസ് ബ്ലോക്ക് ആകുന്നു. നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന നല്ല നല്ല ബന്ധങ്ങൾ ബ്ലോക്കാകുന്നു. നിങ്ങൾ കേൾക്കാനിരിക്കുന്ന ഗുഡ് ന്യൂസുകൾ, ഡിവൈൻ നൽകുന്ന മിറാക്കിളുകൾ ബ്ലോക്കാകുന്നു. അപ്പം നമ്മൾ അവിടെ എന്താണ് വേണ്ടത്? നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യണം. അതിനാണ് നമ്മൾ റൈറ്റ് ഹീലിംഗ് എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക് എപ്പോഴും ചെയ്യാൻ പറയുന്നത്. ആവശ്യമുണ്ട് എന്നുള്ളവർ ഓവർ തിങ്കിങ് ആണ്, സ്ട്രെസ് എനർജിയിലൂടെയാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുക കേട്ടോ. അതുപോലെ 9 ഓഫ് കപ്സിൻ്റെ 9 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിരിക്കുന്നത് ഒരു ഫ്രീഡം, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് ലഭിക്കുന്നു. ഒരു പക്ഷേ സാമ്പത്തികം, ഫാമിലിയിൽ നിന്ന് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടേണ്ടവരാണെങ്കിൽ പാരമ്പര്യ സ്വത്തോ അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലി പേരൻസിൽ നിന്നുള്ള ഒരു എനർജിയോ അത് നിങ്ങൾക്ക് ലഭിക്കാനുള്ളതാണെങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു പിതാവിൽ നിന്നോ അതല്ലെങ്കിൽ ഒരു പിതാവിന് തുല്യമാകുന്ന ഒരു സ്ഥാനത്തുള്ള ഒരു മസ്കുലൻ എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. സഹോദര സ്ഥാനത്തുള്ള വ്യക്തിയുമാവാം. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന, അതായത് മറ്റാരെയും കണക്റ്റ് ചെയ്യാണ്ട് എലോൺ എനർജിയിലൂടെ കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു സിറ്റുവേഷൻസാണ്. ആ ഒരു എനർജിയാണ് നമുക്കിവിടെ 9 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയിൽ കാണുന്നത് കേട്ടോ.
അതെന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ലഭിക്കുന്നു, നിങ്ങൾ വളരെയധികം പോസിറ്റീവ് ആകുന്നു, നിങ്ങൾക്കൊരു സമാധാനം വരുന്നു കുറേ ആളുകളുടെ എനർജിയിൽ. അതായത് സാമ്പത്തിക ഭദ്രത വരുമ്പം നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് ഫിനാൻഷ്യൽ ഫ്രീഡം, സാമ്പത്തിക ഭദ്രത. അത് നമ്മൾ നിൽക്കുന്ന ആ ഒരു ഇടം നമുക്ക് ഉറച്ച ഒരു ഭൂമിയിൽ ചവിട്ടി നിൽക്കുന്നൊരു ഫീലിങ്സ് ആയിരിക്കും. അവിടെയാണ് നമ്മളുടെ ലൈഫിൻ്റെ ഫസ്റ്റ് ഘട്ടം, അതായത് റൂട്ട് ചക്ര എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡത്തോടു കൂടിയാണ്. അതെവിടെ കറക്റ്റ് ആകുന്നു, എവിടെ അത് ബാലൻസ്ഡ് ആകുന്നു, അവിടെ തൊട്ട് മുന്നോട്ടേക്ക് പിന്നെ ബാലൻസ് എല്ലാം നമ്മൾക്ക് അനുകൂലമായിട്ട് വരുന്നതാണ് കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഒരു മധ്യസ്ഥ ചർച്ചയിലോ അതല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു റിസ്ക് എടുത്തതിന് നിങ്ങൾ കഷ്ടപ്പെട്ടതിനുള്ള ഒരു ഗുണം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളെ ആരോ ഒരാൾ പിന്നിലേക്ക് വലിക്കുന്നുണ്ട് കേട്ടോ. ഒന്നിലധികം വ്യക്തികളുടെ പ്രസൻസ് നിങ്ങളുടെ തീരുമാനങ്ങൾ ബ്ലോക്ക് ആക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളോട് നിങ്ങൾ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ആ ഒരു എഫോർട്ട് ലഭിക്കാത്ത വിധം അല്ലെങ്കിൽ എഫോർട്ട് ലഭിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും മേഖലയിൽ നിങ്ങളെ ആരെങ്കിലും പിന്നിലേക്ക് വലിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. അത് നിങ്ങളെ ഒരു മായാ വലയത്തിൽ അല്ലെങ്കിൽ ഒരു കെണിയിൽ പെടുത്തുന്നതാണ്. നിങ്ങൾക്ക് ആത്മവിശ്വാസമുള്ള കാര്യത്തിൽ നിങ്ങൾ ശക്തമായിട്ട് ഫോക്കസ് ചെയ്യുക കേട്ടോ. ഹെൽപ്ഫുൾ പീപ്പിൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം ആരുടെയെങ്കിലൊക്കെ ഒരു സപ്പോർട്ട് വേണമെങ്കിൽ, നിങ്ങൾക്കുടെ വിജയത്തിന് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സേഫ്റ്റി എനർജിയിൽ പോകണമെങ്കിൽ, നിങ്ങൾക്ക് മറ്റാരുടെയെങ്കിലൊക്കെ ഒരു സപ്പോർട്ട് വേണമെങ്കിൽ തീർച്ചയായിട്ടും അത് തേടാവുന്നതാണ് കേട്ടോ. റിമൈനിങ് പോസിറ്റീവ് എന്ന് പറയുന്നുണ്ട്. ഒരു ഫെമിനിയൻ എനർജികളുടെ പ്രസൻസ് ആണ് ഇവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു ഫെമിനിയൻ എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് ഇന്നൊരു തിക്ത അനുഭവം ഉണ്ടായാൽ, മോശമാകുന്ന ഒരു അനുഭവം വന്നാൽ നിങ്ങൾ അവിടെ പോസിറ്റീവായിട്ട് തുടരുക കേട്ടോ. അവിടെ നമ്മൾ പ്രലോഭനത്തിൽ വീഴാതെ, നമ്മൾ അതിനെ എതിർത്ത് നിൽക്കാൻ ശ്രമിക്കാതെ പോസിറ്റീവായിട്ട് ആ ഒരു സിറ്റുവേഷൻസിനെ മാനേജ് ചെയ്യണം കേട്ടോ. യെസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് നിങ്ങൾക്കൊരു പക്ഷേ ഒരു ഗുരുവിൻ്റെ പ്രസൻസ് ലഭിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ആരാധനാലയത്തെ സന്ദർശിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരിടത്ത് പോയി ഒരു സന്ദർശനം നടത്താനുള്ളൊരു യോഗം കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളത് നടക്കുമോ ഇല്ലയോ എന്നിങ്ങനെ മനസ്സുകൊണ്ട് എപ്പോഴും ചോദിച്ചു കൊണ്ടിരുന്നു എങ്കിൽ, നിങ്ങൾക്കൊരു മനസ്സിലിങ്ങനെ എവിടെയെങ്കിലും പോകണം, ഒന്ന് ഒരു ശാന്തത തേടി പോകാൻ ആഗ്രഹിക്കുന്ന ആരുടെ ഒരു പ്രസൻസ്, ഒരു ഗുരുവിൻ്റെ ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേവാലയത്തിൻ്റെതാവാം, ഒരു പ്രസൻസ്, കുറച്ച് സമയം ഏകാന്തതയിൽ ഇരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നൊരു കാര്യം നടക്കുമോ ഇല്ലയോ എന്നെപ്പോഴും മനസ്സിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് നടക്കുമെന്നാണ് കാണുന്നത്. പെർഫെക്റ്റ് ടൈമിംഗ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. സാമ്പത്തികപരമാകുന്ന കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടേതാകുന്ന സിറ്റുവേഷൻസിനെ മാനേജ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വെൽത്ത് എനർജിയെ ഫോക്കസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു സമയം, കറക്റ്റ് സമയമാണ്. അതായത് നിങ്ങൾക്ക് പുതിയ സാമ്പത്തികപരമാകുന്ന എന്തെങ്കിലും ഒരു സോഴ്സ് കണ്ടെത്തണം അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടെത്തിയത് സ്റ്റാർട്ടിങ് ചെയ്യണമെന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനൊക്കെ പറ്റിയ കറക്റ്റ് ടൈമിംഗ് ആണ് കേട്ടോ. ജസ്റ്റിസ് എനർജി വന്നിട്ടുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഒരു പക്ഷേ നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോകുന്നു. എവിടേക്കോ നിങ്ങൾക്ക് ബ്ലോക്കായിട്ട് നിന്ന ഇടങ്ങളിലെല്ലാം നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ.